ഇന്നലെ കുറച്ച് മീൻകറി ഏറെ ഉണ്ടാക്കിയായിരുന്നു. ഇന്ന് കപ്പ കുഴച്ചിട്ട് മീനും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. ദേ, ഇത് കണ്ടോ? കപ്പ നല്ല ഫ്രഷ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. ഇതേ ഒരാഴ്ച ആയ കപ്പയാണ്. ഇതെങ്ങനെയാണ് ഇത്രയും ദിവസം ഫ്രഷ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്നാണോ ചിന്തിക്കുന്നത്? അത് സിമ്പിളല്ലേ. കപ്പ ദേ ഇതുപോലെ കൊത്തി അരിഞ്ഞ് കഴുകണം. എന്നിട്ട് വെള്ളം ഇതിൻ്റെ നേർക്കെ ഇടണം. കപ്പ വെള്ളത്തിൽ മുങ്ങി കിടക്കണം. എങ്ങാനും കപ്പ വെള്ളത്തിൻ്റെ മുകളിലായാൽ ആ സ്ഥലം കറുത്തിരിക്കും. അതുകൊണ്ട് വെള്ളം നല്ലോണം ഒഴിച്ചിട്ട് കപ്പ മുങ്ങിയിട്ടുണ്ടോ എന്ന് കറക്റ്റായിട്ട് നോക്കണം. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ കയറ്റി വെക്കണം. പിന്നെ ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്കിത് 1 മാസമൊക്കെ കേടുവരാതെ തന്നെ ഇതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഇതെടുത്തിട്ട് യൂസ് ചെയ്താൽ മതി. ഇനി നമുക്ക് കപ്പ വേവിക്കാൻ വെക്കാം. അപ്പം നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ കപ്പയുടെ മുകളിലായിരിക്കണം വെള്ളം വേവിക്കുമ്പോൾ. ഉപ്പ് കുറച്ച് മുമ്പോട്ടായിരിക്കണേ, എന്നാലേ അത് നല്ലോണം കപ്പയിലോട്ടൊക്കെ നല്ലോണം ഒന്ന് പിടിക്കത്തുള്ളൂ. ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ കൊടുക്കാം. ഇത് പെട്ടെന്ന് വേവുന്ന കപ്പയാണ്, അപ്പം ഇതിന് ഒരു വിസിൽ മതിയോ. ഇനി വേവ് കൂടുതലുള്ള കപ്പയാണെങ്കിൽ 1-2 വിസിൽ അത് നിങ്ങൾ നോക്കിയിട്ട് വെക്കണം. ഇനി ഈ സമയത്ത് നമുക്ക് കപ്പയ്ക്ക് ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കാം. ഞാനിപ്പോൾ 2 കിലോ കപ്പയുടെ അളവാണ് പറയുന്നത്. 1 സ്പൂണ് ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കാന്താരി മുളക്, ഇതിന് അധികം എരിവില്ല, അതുകൊണ്ട് ഞാൻ 2 പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഏത് മുളക് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കാന്താരിയും പിന്നെ 2 പച്ചമുളകും കൂടെ ചേർത്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ വെളുത്തുള്ളി ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പില. മീഡിയം സൈസ് തേങ്ങയാണ് ഞാൻ എടുത്തത്, അപ്പോൾ അത് ഫുള്ള് ഞാൻ ചിരവി എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച്. ഇനി ഇതെല്ലാം കൂടെ മിക്സിയിലൊന്ന് ചതച്ചിട്ട് വരാവേ. അരയ്ക്കാൻ പാടില്ല കേട്ടോ. ഇത് ഈ രീതിക്ക് ചതച്ചെടുത്താൽ മതിയേ. ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ സ്റ്റൗ ഓഫാക്കിയേ. കുക്കർ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം വെന്തോ ഇല്ലേന്ന്. ദേ കണ്ടോ, നല്ല രീതിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് വാർക്കണേ. അതിന് ഞാൻ സിമ്പിളായിട്ടുള്ള ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. കുക്കറിൻ്റെ വാഷർ അങ്ങ് എടുത്ത് മാറ്റി, എന്നിട്ട് ഇത് കുക്കർ അങ്ങ് അടച്ച് വെച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് ഇതിങ്ങനെ കമത്തി വെക്കണം. കണ്ടോ, വെള്ളമൊക്കെ അത് ഇതുപോലെ അങ്ങ് ഊർന്നു പോയിക്കോളും. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. പാത്രം ചൂടായതിനു ശേഷം നമുക്കിനി 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന എണ്ണ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, പക്ഷേ എന്നാലും കപ്പ കുഴയ്ക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ രുചി കേട്ടോ. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് കടുക് ഇടാം. ഇനി കടുക് നല്ലോണം പൊട്ടിയതിന് ശേഷം മാത്രമേ ബാക്കിയെല്ലാം ചേർക്കാൻ പാടുള്ളൂ. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് ഇനി ഇതിലോട്ട് വറ്റൽമുളക് ചേർക്കാവേ. ഇതിന് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്ന വരെ ഒന്ന് ഇളക്കണം. എന്നിട്ടിനി ഇതിലോട്ട് കരിവേപ്പിലയും കൂടെ ഒന്ന് ചേർക്കാം. നമ്മളിനി അരച്ച് വെച്ച് അരപ്പില്ലേ, ഇനി അതും കൂടെ ചേർക്കാം ഇതിലോട്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ചൂടുകാലമൊക്കെ ആണെങ്കിൽ തേങ്ങ ചേർക്കുവാണെങ്കിൽ പെട്ടെന്ന് കേട് വരും, പക്ഷെ നമ്മളിതിങ്ങനെ ചൂടാക്കിയിട്ട് ചേർക്കുവാണെങ്കിൽ ഇത് പെട്ടെന്ന് കേട് വരത്തില്ല. ഇതിപ്പോൾ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിങ്ങനെ ഇളക്കി 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 എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ അരപ്പ് അരയ്ക്കുന്ന സമയത്തെ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ടെന്ന് അത് പറയാൻ മറന്നുപോയേ. കപ്പയിൽ ഓൾറെഡി ഉപ്പുണ്ട്, അതുകൊണ്ട് അരപ്പിൽ ചേർത്തില്ലെങ്കിലും നമ്മളിതിങ്ങനെ കുഴയ്ക്കുന്ന സമയത്ത് ഉപ്പ് എന്തായാലും അതിലേക്കും പിടിക്കും. അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് ചേർത്താൽ മതിയേ. ദേ സിമ്പിളായിട്ട് കപ്പ ഒഴിച്ചത് റെഡിയായി. ഞങ്ങളിത് മീൻകറിയും കൂട്ടി കഴിക്കാൻ പോവുകയാണേ. നിങ്ങളിത് മീൻകറിയുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ ഉള്ളി നിരടിയതാണെങ്കിലും കൂട്ടി കഴിക്കാൻ പറ്റിയ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇത്. ഈ സിമ്പിൾ റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.